ശബരിഗിരി ജലവിദ്യുത പദ്ധതിയുടെ കക്കി അണക്കെട്ടിനോട് ചേർന്നാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വേനൽ കനത്ത് തുടങ്ങിയതോടെ ഉൾവനത്തിൽ നിന്ന് കാട്ടാൻ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി സംഭരണികളുടെ സമീപത്തേക്ക് എത്തുന്ന കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. വേനലിൻ്റെ കാഠിന്യം വർദ്ധിച്ചു വരുന്നതനുസരിച്ച് വന്യമൃഗങ്ങൾ ഉൾവനത്തിൽ നിന്നും വെള്ളം തേടി ജലസംഭരണികൾക്ക് സമീപത്തേക്ക് എത്താൻ തുടങ്ങുന്നത് പതിവ് കാഴ്ചയാണെന്നാണ് വനപാലകർ പറയുന്നത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വനമേഖലയിലെ മിക്ക നീർച്ചാലുകളും വറ്റി വരണ്ടു. ഒറ്റപ്പെട്ട മേഖലകളിൽ മാത്രമാണ് വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ളത്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വേനൽ ഇത്രയ്ക്കും ശക്തിപ്പെടുന്നത്. ഒരു മാസം മുൻപേ നീരറുകൾ പലതും വെള്ളമില്ലാതെയായി. ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാട്ടാനകൾ അധിവസിക്കുന്ന കാടുകളാണ് ഗവി കക്കി വനമേഖല. വേനൽ എത്ര തന്നെ ശക്തിപ്പെട്ടാലും ശബരിഗിരി പദ്ധതിയുടെ കക്കിയാനത്തോട് പമ്പ ജലസംഭരണികൾ ഉള്ളതിനാൽ വന്യമൃഗങ്ങളുടെ വെള്ളം കൂടി ഒരിക്കലും മുടങ്ങില്ലെന്നുള്ള ആശ്വാസമാണ് വനം വകുപ്പിനുള്ളത്. വേനൽ കൂടുതൽ ശക്തിപ്പെട്ടാൽ ഇവയ്ക്കുള്ള ഭക്ഷണത്തിന് ദാരിദ്ര്യമാകും വരാൻ പോകുക. പുൽമേടുകൾ പൂർണ്ണമായും ഉണങ്ങിക്കരിഞ്ഞ അവസ്ഥയിലാണ്. കാട്ടാനകളുടെ പ്രധാന ഭക്ഷണം പുൽമേട്ടിൽ തഴച്ചു വളരുന്ന പുല്ലായിരുന്നു. ഇപ്പോൾ ഈറ്റകൾ മാത്രമാണ് ആനകളുടെ ഏക ആശ്രയം. അതും മുൻപുണ്ടായിരുന്ന പോലെ ലഭ്യമല്ല താനും. കുറേ സ്ഥലങ്ങളിൽ ഈറ്റകൾ പട്ടുപോയ അവസ്ഥയാണ്. ഏറെ നാൾ കാത്തിരുന്നെങ്കിൽ മാത്രമേ ഈ പ്രദേശങ്ങളിൽ ഇനി മുളകൾ പൊട്ടിത്തുടങ്ങൂ. വെള്ളം തേടിയെത്തുന്ന മിക്ക ആനക്കൂട്ടത്തിലും 10ഓളം അംഗങ്ങളുണ്ടാവും. സംഭരണികളിലെ ചെറിയ തുരുത്തുകളിലാണ് മിക്ക കൂട്ടങ്ങളുടെയും വാസം. വെള്ളം കണ്ടാൽ മണിക്കൂറുകൾ സംഭരണികളിൽ നീരാടിക്കുളിച്ചും മണ്ണുവാരിയിട്ടും പരസ്പരം ശണ്ടകൂടിയും കാണികളെ ഹരം പിടിപ്പിച്ച ശേഷമാവും കാട്ടിലേക്കുള്ള മടക്കം. ഇതൊക്കെയാണ് ഗവി മേഖലയിലെ ആനക്കാഴ്ചകളും ആനക്കാര്യങ്ങളും.